സിംഗിളെ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ വലിയ ആളെയാണ്. അങ്ങനെ പറയാൻ കാരണം ഇവിടെ വരാൻ പോകുന്ന ആളെ ഇപ്പൊ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആയിട്ടാണ് ടോപ്പ് സിംഗറിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അതിനെ മുന്നേ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു മുഖവും ശബ്ദവും ഒക്കെയാണ് വരാൻ പോകുന്നത്. കുറേ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടികളുടെ ആർജെ ആയിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ കുട്ടി താരമാണ്. അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടി താരമാണ് എത്താൻ പോകുന്നത്. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആണ് ടോപ്പ് സിംഗർ സീസൺ 6 കോട്ടയം കുറുവിലങ്ങാട് നടത്തുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ടെസക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ടെസ ഓൺ സ്റ്റേജ്. ഹായ് ടെസക്കുട്ടി, സുഖാണോ? ഈ മുടി ആരാ കെട്ടിത്തന്നെ? മുടി അമ്മ കെട്ടിത്തന്നു. അമ്മ എനിക്കും കെട്ടിത്തരാം മുടി ഇതുപോലെ. കാണിക്കോ? നോക്കട്ടെ. ചുന്ദരീസാണല്ലോ. സുന്ദരിയാണല്ലോ. താങ്ക് യു. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആണല്ലോ കിട്ടിയത്. എന്തൊക്കെയാണ് കുഞ്ഞിനെ പറ്റി പറയാനുള്ളത്? സിനിമ ഏതൊക്കെയാ ചെയ്തത്? സിനിമ ഹാപ്പി മാരീഡ് ലൈഫ്, പിന്നെ റിട്രോയിഡ്. സൂര്യ ഉണ്ടായിരുന്നു റിട്രോയില്. സൂര്യ. അതാര് സൂര്യ? സൂര്യ നടനെ അറിയല്ലേ? അതേത് നാടാൻ? അറിയത്തില്ലേ? ഇല്ല, അറിയത്തില്ല. ഇല്ല. അപ്പൊ ജയറാമിനെ അറിയാവോ? അങ്ങനെ ഒരാളുണ്ടോ? ഒന്നും അറിയത്തില്ലേ? ഒന്നും അറിയത്തില്ല. സോറി, ഐ എം ദ സോറി. ഇതൊക്കെ പോയി പഠിക്കണം കേട്ടോ. പഠിക്കാനേ. എന്നിട്ട് ബാക്കി സിനിമ അത് കഴിഞ്ഞിട്ട് ഹാപ്പി മാരീഡ് ലൈഫ്, അത് അപർണ ചേച്ചിയുടെ കുട്ടിക്കാലം. ധ്യാൻ ചേട്ടനുണ്ട്. ഏത് അപർണ ചേച്ചി? കരാട്ട കിഡ് ആയിട്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പോയി പഠിക്കണം. അപ്പൊ ഇവിടെ ഏത് ക്ലാസ്സിലാ? 2. ആ ക്ലാസ്സിൽ തന്നെ ഞാൻ വന്ന് പഠിക്കാം. ഓക്കെ ആണോ? നാളെ തന്നെ പോയിക്കോളും. എന്നെ ആ ബെഞ്ചിൽ കൂടെ ഇരുത്തൂ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ വരട്ടെ. സ്കൂളിൽ തന്നെ വന്നാ മതി. അവിടെ തന്നെ സ്കൂളിൽ വന്നു. ചാവറ ഹിൽസ്. ചാവറ ഹിൽസ് തന്നെ വരണല്ലേ? പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? ചെലപ്പോ കിട്ടി വായിക്കും. ഒന്ന് പറയോ? എനിക്ക് ടെസക്കുട്ടി പറഞ്ഞാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. ഇനിയിപ്പോ ബാക്കി സിനിമ പിന്നെ ഒരു പോക്കൻ ഗുരുവായൂരമ്പലനാടയിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. ആണോ? അതില് ഏതാണ്? ഞാൻ കണ്ട സിനിമയാണല്ലോ. ഒരാളുടെ ഫാമിലി ആയിട്ട്. ഒരാളുടെ ഫാമിലി. പിന്നെ ഏത് ചേട്ടനാന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായിട്ടില്ല. അപ്പൊ ടെസക്കുട്ടി ആദ്യം പോയി 1ാം ക്ലാസ് പഠിക്കും. ഇല്ല, അത് 3ാം ക്ലാസ്സിലെ സിലബസ് ആണ്. ഇതൊക്കെ പഠിക്കേണ്ടത് 2ാം ക്ലാസ്സിലാ. എന്നിട്ട് ബാക്കി സിനിമ ഒരന്വേഷണത്തിന്റെ തുടക്കം. ഒരന്വേഷണത്തിന്റെ തുടക്കം അല്ലേ? ആ സിനിമ നിഷാദിലൂടെ ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയില് അതിനകത്ത് അമ്മയുണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു അല്ലേ? ഡെന്റിസ്റ്റ് ആയിട്ട്. ആ സിനിമയിലെ അങ്കിളാണ് മ്യൂസിക് ചെയ്തത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയ മൂകാംബിക എന്ന് പറയുന്നുണ്ട്. അതിലാരായിരുന്നു മൂകാംബിക ആയിട്ടാ? അത് ഒരാളുടെ ചെറുപ്പക്കാലമായിട്ട്. അനീനുണ്ട്. അനീനോ അഭിനയിക്കൂ? അപ്പൊ കുടുംബമായിട്ട് കുടുംബസമേതാണ്. എത്ര പരസ്യങ്ങൾ അഭിനയിച്ചു? 30 ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും. ടെസക്കുട്ടി എത്ര വയസ്സായി? എനിക്ക് 7 വയസ്സ്. വലിയ വയസ്സാ. അതെ. സിനിമ ഞാൻ അഡ്വർടൈസ്മെന്റ് അമ്മൂമ്മയായി. അയ്യോ, പല്ലൊക്കെ പറിക്കാറേ അമ്മൂമ്മയായി. എങ്ങനെ അമ്മൂമ്മ അങ്ങനെ ഒന്ന് അഭിനയിച്ചു കാണിക്കാമോ? അയ്യപ്പൻ അമ്മ നെയ്യപ്പൻ കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിയെടുത്തു. ഇതെങ്ങനെ തല കുറിക്കുന്നത്? അമ്മമാര് മൊത്തം ഇങ്ങനെ തല കുറിക്കൊണ്ടിരിക്കുവോ? ചിലവരൊക്കെ വടി കുത്തിട്ട്. അതെങ്ങനെ നടക്കുന്ന? സംഭവമാണ് ശരിക്കും. ഒരു ഓൾറൗണ്ടർ അല്ലേ? ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നോ? കണ്ട് ഉണ്ണിച്ചേട്ടന്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു. ഏതാണ്? തിരുവാവണി രാവെന്ന്. സന്തോഷം. ഞാനൊരു 2 ലൈൻ പാടട്ടെ? പിന്നെന്താ? തിരുവാവണി രാവ് മനസാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. വെരി ഗുഡ്. ആ പാട്ട് കൊള്ളാവോ? ഇഷ്ടമാണോ ആ പാട്ട്? എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോ ആ പാട്ടേ ഓണത്തില് കാണുള്ളൂ. റാംബോക്കൊക്കെ ചെയ്യുമ്പോ ആ പാട്ടാ ഓണത്തില് എപ്പോഴും ഇടുന്നത്. റാംബോക്ക് ചെയ്യാറുണ്ടോ? എപ്പോഴും ചെയ്യാറുണ്ടോ? അതെങ്ങനെ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമോ?
ഇതൊരു സൂപ്പർ ഗേൾ ആണ് അല്ലേ? അതെ വെൽ പ്ലാൻഡ് അവള്. അതെ മീനുട്ടി എന്തോ കൂട്ടിക്കോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ? അതെ, നല്ല ചേർച്ചയാണ് പട്ടുപാവാടയും. അത് കോൺട്രാസ്റ്റ് ആണ്. അതെ അതെ, അങ്ങനെ പറയാം. പോരട്ടെ, പോരട്ടെ. ബാ. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് വരണോ? ചേച്ചി ആ സൈഡ് ഒന്ന് വന്നോ. ആ ശരി, വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. ഇങ്ങനെ പിടിക്കണം. ആ, ഇവിടെ ക്ലാസ് ഉണ്ട് റാമ്പ് ഓഫിന് മുന്നേ. ചേച്ചി കൈ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് പിന്നെന്താ ചെയ്യണം? അങ്ങനെ ക്രോസ് ആയിട്ട് നടക്കണം. ഓക്കെ ഓക്കെ, അത് കാണില്ല, എത്ര നീളമില്ലേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുഴും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കിളിയേ കിളിയേ. മീനുട്ടി കൊള്ളായിരുന്നാ? ഏ? രസാ? ഇപ്പൊ കൂടെ കുളിക്കണായിരുന്നു. മീനൂട്ടി ചേച്ചി എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ രാംബോക്കും അഭിനയം പഠിപ്പിക്കാം. ഓ, രണ്ടും പഠിപ്പിക്കാം. ഈ അഭിനയം എങ്ങനെ പഠിപ്പിക്കുന്നത്? അഭിനയ എന്നെ പഠിപ്പിച്ചു തരാമോ? ആ, MJ ഞങ്ങളുടെ സ്റ്റുഡന്റ് ആക്കാം നമുക്ക്. ഞാൻ സ്റ്റുഡന്റ് ആവട്ടെ. ആദ്യം എന്താ പഠിപ്പിക്കണേ? ആദ്യം ഞങ്ങള് പൊട്ടിച്ചിരിക്കാൻ പഠിക്കണം. പൊട്ടിച്ചിരിക്കാം. പൊട്ടിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ? ഇമോഷണൽ ഫീലിലോട്ട്. എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ പൊട്ടിച്ചിരിക്കാൻ? അതാ basic. അതിപ്പോ അകത്തൊരു സൗണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിരിക്കണം. അകത്ത് നിന്ന് സൗണ്ട് സൗണ്ട് എടുക്കണം. എടുക്കൂ. ആ ചിരിച്ചിട്ട് എന്നിട്ട് പൊട്ടിച്ചിരിക്കേ. അതെങ്ങനെയാ? ആ, ചിരിക്ക്. ഒന്ന് കാണിച്ചു. പൊട്ടിയായിട്ട് ചിരിക്കുന്ന പോലെ. പൊട്ടിച്ചു ഒന്ന് കാണിച്ചു. അതായത് ഒരു പൊട്ടിയായിട്ട് ചിരിക്കുന്ന പോലെ. ഇപ്പൊ ഇതുപോലെ ചേച്ചി ഇതുപോലെ കാണിച്ചു. ഇതുപോലെ അകത്തുനിന്ന് സൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ? ചിരിക്കാൻ. ഒന്ന് ചിരിച്ചു കാണിക്കൂ. ഇങ്ങനെയാണ്. കറക്റ്റ്. കറക്റ്റ് ആണ്. പക്ഷെ അതാണ് പൊട്ടിച്ചു. ആണുങ്ങളുടെ വോയിസും കൂടെ കൊണ്ടുവരണം. ഇപ്പൊ ആരുടെ വോയിസാ വന്നത്? ഇപ്പൊ വന്നു അല്ല, ഇപ്പൊ ആരുടെ വോയിസാ വന്നത്? പിന്നെ ഇപ്പൊ പെണ്ണുങ്ങളുടെ വോയിസാ വന്നേ. അപ്പൊ ഇങ്ങനെ വേണം അല്ലേ? പെണ്ണുങ്ങളുടെ voice ഇങ്ങനെ ഇങ്ങനെ. ആരാണോ അത് ചെയ്യുന്നത്, അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ, അവരുടെ വോയിസ് അപ്പൊ കൊണ്ടുവരണം. ഇങ്ങനെ ആക്കിയിട്ട് ഹി 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 അങ്ങനെയല്ലേ? ഇത് പെണ്ണിന്റെ വോയിസാ. ഇത് പെണ്ണിന്റെ ആ. voice. അപ്പൊ ഹി 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 ഇതും പെണ്ണിന്റെയാ. ആണോ? എനിക്കിപ്പോ പെണ്ണിന്റെ വോയിസ് ആയി പോയോ? ഗാംഭീര്യം വരട്ടെ. ഗംഭീരം. ഹി 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 ഹി. രാജാവിനെ അത് ശരിക്കായിട്ട് തോന്നുന്നില്ല. ആ അത് ഇത് കറക്റ്റ്. ഇതാണ് ആണിന്റെ വോയിസ്. ഇനി അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് കരയുന്നതായിട്ട് അതെ. എന്തെങ്കിലും കരയുന്നത് പോലെ ആലോചിക്കണം. എന്തിനെ പറ്റി ആലോചിക്കണം? ആരെങ്കിലും മരിച്ചതോ അങ്ങനെ ആയിട്ട്. ആരെങ്കിലും മരിച്ചോ? എന്തുവാണ് കരയുമ്പോ വരുന്നത് അങ്ങനെ കാണിക്കണം. അതെങ്ങനെയാ? ആരെങ്കിലും അടി തരുമ്പോഴൊക്കെ ആ, ആര് ചേച്ചി അടി കൊടുക്കും. രസം കൂടി ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ ഇവിടെ അടി കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അടുക്കാൻ ഒന്ന് ഓക്കെ കാണിച്ചു അല്ലേ? കിട്ടിയ ചാൻസ് ആണെന്ന്. അങ്ങനെ കരയും. നല്ലൊരു സ്റ്റുഡന്റ്. അങ്ങനെയാണോ? ഇപ്പൊ ചിരിച്ചാ ചെയ്തേ. ആ സോറി. ഇപ്പൊ സങ്കടപ്പെടണം. ഇങ്ങനെ ലിപ്പൊക്കെ ഇങ്ങനെ ആക്കണം. ആ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇങ്ങനെ ആക്കി. എന്നിട്ട് അങ്ങനെ കരയണം. ആ കറക്റ്റ്. ആ കറക്റ്റ്. ആ, ഇനി ഒച്ചുണ്ടാക്കൂ. എന്നിട്ട് ഒച്ചുണ്ടാക്ക്. ഒച്ചുണ്ടാക്കി. എങ്ങനെയാ? കരയുന്ന ഒച്ചുണ്ടാക്ക്. ഇനി അടുത്തത് ദേഷ്യം. ദേഷ്യം. അത് ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വർത്താനം പറഞ്ഞു തിരിച്ച് ദേഷ്യത്തിന് കാണിക്കുന്നാട്ട്. അത് വയറില് സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ. വയറിലോ? ഇപ്പൊ ഉണ്ടാക്കുന്ന വയറില് സൗണ്ട് ഉണ്ടാക്കുന്ന അവക്കത് പോലെ. ഏമ്പക്കം വിടുന്ന പോലെ തോന്നുന്നു. അതാ പറയണേ. അപ്പൊ എങ്ങനെയാണ് ദേഷ്യം വരേണ്ടത്? പല്ല് കടിക്കണം. ഡീറ്റെയിൽസ്. ക്യാപ്റ്റൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. എനിക്ക് ശരിയാവുന്നില്ല. പല്ല് കടിക്കാൻ ചിരി വന്നു ചിരി ഉള്ളത് ആക്കാൻ പറ്റത്തില്ല. അയ്യോ, സ്ട്രിക്റ്റ് ആയിട്ടോ. ഇനി അടുത്ത ഉണ്ണിയങ്കളാ നോക്കി. ഇനി അടുത്തത് ഉണ്ണിയങ്കള്. ഉണ്ണിയങ്കളാ ദാദാ വെക്കുന്നുണ്ട് ഉണ്ണിയങ്കള്. ആ ഇത് കറക്റ്റാ. പെർഫെക്റ്റ്.
ഇനി അടുത്ത ക്ലാസ്സിൽ കുറേ കൂടെ പഠിപ്പിച്ചു തരണേ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഏതാണ് പാട്ട്? പച്ചക്കറിക്കായ തട്ടിൽ ആ മുത്തശ്ശി പൊട്ടറ്റോ. ചൊല്ലി. ചൊല്ലി. ഇവിടെ മുത്തശ്ശി വന്നിട്ടില്ലേ? ഉണ്ട്. അവിടെ ഇരിക്കുന്നു മുത്തശ്ശി. ആണോ? ആ മുത്തശ്ശിയുടെ പേരെന്താ? മുത്തശ്ശിയുടെ പേര് പൊട്ടറ്റോ എന്നാണോ? പൊട്ടറ്റോ. പൊട്ടറ്റോ. ആണോ? അങ്ങനെയാണെന്ന്. ഞാൻ അമ്മൂമ്മനെ വിളിക്കും. പൊട്ടറ്റോയുടെ അർത്ഥം എന്താ? ഒരു വെജിറ്റബിള് പൊട്ടറ്റോ. ആണോ? കഴിക്കാറുണ്ടോ? ആ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്? ആ. അത്ര ഇഷ്ടമല്ല അല്ലേ? അധികം നോൺ വെജ് ഞാൻ കഴിക്കാറില്ല. നോൺ വെജ് കഴിക്കാറില്ല, ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കഴിക്കാറില്ല. കാരണം അത് പൊട്ടറ്റോ തന്നെയാണ്, പക്ഷെ അവരെന്തെങ്കിലും കെമിക്കൽ പൊടിയായിട്ട് ചേർക്കും. അതാണ് നോൺ വെജ്. അതാണ് നോൺ വെജ്. ഈ കെമിക്കൽ Note the point. നോൺ വെജ്. Yes. ആ. ഓക്കെ. നോൺ വെജ് അല്ല, ജങ്ക് ഫുഡ്. ജങ്ക് Junk ഫുഡ്. food. ആ, തെറ്റിപ്പോയതാ. ജങ്ക് തെറ്റിപ്പോയി. ഫുഡ്. Junk food. ജങ്ക് ഫുഡാണ്. അതൊന്നും കഴിക്കാൻ പാടില്ല. നോ 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 നോ. അപ്പൊ പച്ചക്കറി കായ തട്ടിൽ അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് പറയാമോ? മ്യൂസിക് ഡയറക്ടർ എസ് ബാലകൃഷ്ണൻ സാറ്, ആ. ലിറിക് വിച്ചു തിരുമല സാറ്, പാടിയത് MG ശ്രീകുമാർ സാറ്, സിനിമ കിലുക്കാമ്പട്ടി. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇതിനകത്ത് ജയറാമേട്ടൻ ഉണ്ടല്ലോ. ജയറാമേട്ടന്റെ കൂടെ ഞാൻ ഒരെണ്ണം സിനിമ പിന്നെ ഒരെണ്ണം പരസ്യം അഭിനയിച്ചിട്ടുണ്ട്. ആഹാ. ഏതൊക്കെ? അത് സിനിമ റിട്രോ. റെട്രോ. ആ അത് കഴിഞ്ഞിട്ട് രാംരാജിന്റെ കോട്ടൺ മുണ്ടുകൾ, ഷർട്ടുകൾ. ഇപ്പൊ പറഞ്ഞില്ലേ ജയറാം എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പരിചയമില്ല കേട്ടോ. എനിക്ക് പരിചയമില്ല. പഠിക്കണം കേട്ടോ നാളെ. എനിക്ക് പരിചയപ്പെടുത്തി തരണേ. വടി ഇവിടെ വടി. മടി. അയ്യോ എടുക്കാൻ. പ്ലീസ് 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 ദേവടി. എന്നെ പരിചയപ്പെടുത്തി തരണം. മറന്നുപോവോ? ഇല്ല മറന്നു. ജയറാം ഒരു നടനാ. നടൻ. ജയറാം ഒരു നടനാണ്. ജയറാം ഒരു നടനാണ്. ഓക്കെ. എഴുതി പഠിക്കണം. മലയാളിയാണോ തമിഴിനാണോ ആസാമീസാണോ? മലയാളം. മലയാളമാണോ? മലയാളം. ഞാൻ ജയറാമേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പാട്ട് ജയറാമേട്ടന് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചു തരുമോ? എന്നെ പരിചയപ്പെടുത്തി തരുമോ? ജയറാമേട്ടന്റെ മാനേജറിനോട് പറഞ്ഞു. അന്ന് മാനേജർ ജയറാമേട്ടനോട് പറയും. അപ്പൊ മാനേജറെ വിളിച്ച് എന്നെ പരിചയപ്പെടുത്തുവോ? എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തു. പ്ലീസ്. മാനേജറിന്റെ നമ്പർ അമ്മയുടെ കയ്യില. അമ്മയുടെ കയ്യിൽ അപ്പൊ അമ്മയടുത്ത് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തുവോ? അതൊക്കെ. അതൊക്കെ. ഓക്കെ. ഈ പാട്ട് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തണം. അമ്മയെങ്ങാനും ദേഷ്യപ്പെട്ട എന്നോടൊന്നും കുറ്റം പറഞ്ഞേക്കല്ലേ കേട്ടാ. അപ്പൊ പാടിക്കോ. സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഡൺ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാടോ. വെള്ളരി പിഞ്ച് പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളിയും പപ്പാളിയും അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചാഞ്ചാടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, അരണേ വാ ഓന്തേ വാ, ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടെ ഓടോടെ ട്രർ.
കോഴിയപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാ പിള്ളേരും മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേരും തട്ടിയെടുത്തു. കുമ്പാളി മാമുണ്ടു ചാഞ്ചാടു. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചായുറങ്ങൂ. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചായുറങ്ങൂ. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ടു ചായുറങ്ങൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് നമ്മുടെ തക്കാളിയല്ലേ? തക്കാളി എന്ന് പേരിട്ടെ. എന്റെ പേരാ? ആ എന്റെ പേര് വേണേ പേരയ്ക്കാന്ന് പേരിട്ടാ. പേരയ്ക്ക. അപ്പൊ ഇത് പേരയ്ക്ക കുട്ടിയാണ് നമ്മുടെ. ഓക്കെ. പക്ഷെ പാടുമ്പത്തേക്കും അച്ചിങ്ങ പോലെ ഉണ്ട് മുഖം. അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങ ഓടപ്പ പിഞ്ചെന്നാണ്. അതാരാ അങ്ങനെ പറഞ്ഞേ? പൊട്ടല്ലേ? പൊട്ടറ്റോ അല്ല, ഞാനാ പറഞ്ഞേ. അപ്പൊ എന്റെ പേര് എം ജയചന്ദ്രന്റെ പേരിട്ടപ്പോ. സവാഷ് മിടിക്കാണ്, ഭയങ്കര മിടിക്കാണ്. താങ്ക് യു. ഇത് പറഞ്ഞപ്പോ ഇപ്പൊ മുച്ചിങ്ങ പോലെ ഇരുന്ന മുഖം. അല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ കണ്ണില്ലാതെ അപ്പൂപ്പൻ തപ്പുന്ന ആ ഭാഗം കണ്ടോ? അങ്ങനെ വന്നു. അത് കണ്ടോ? ശരിക്കും കണ്ടില്ല. നോക്ക് ഒന്നുകൂടെ. സുമതിനെ പോലെ ഇരിക്കും. സുമതി വളവിനകത്തെ സുമതി. ആരാ സുമതി? സുമതി ഒരു പ്രേതമാ. പ്രേതം എന്ന് പറഞ്ഞ എന്താ? പ്രേതം എന്ന് പറഞ്ഞ ഒരു ഗോസ്റ്റ്. 1ാം ക്ലാസ്സിലെ പ്രേതമാണോ 2ാം ഈ ക്ലാസ്സിലെ? ഗോസ്റ്റ് എന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കല്ലേ?